ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു സെക്ഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഇന്ത്യൻ ജോഗ്രഫി. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ നമ്മുടെ ഫിസിക്കൽ ജോഗ്രഫി എന്ന വലിയൊരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇത് പുതിയൊരു ഭാഗമാണ് ജോഗ്രഫിയുടെ. ഇത് പഠിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ നമ്മുടെ ഫിസിക്കൽ ജോഗ്രഫി പോർഷൻസ് കൃത്യമായി പഠിച്ചിരിക്കണം. കാരണം ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൻ്റെ ആപ്ലിക്കേഷനാണ് ആക്ച്വലി ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ ജോഗ്രഫിയിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അത് ഇന്ത്യയെ സംബന്ധിച്ച് എങ്ങനെയാണ്, അതാണ് നിങ്ങളിവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ഇന്ത്യൻ ജോഗ്രഫിയിൽ നമുക്ക് പഠിക്കാനുള്ളത്? ഈ ഒരു വലിയൊരു സെക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ കവർ ചെയ്യുക? അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് എന്താണ് ഇന്ത്യൻ പ്ലേറ്റ്, ദെൻ ഇന്ത്യൻ പ്ലേറ്റിൻ്റെ ബൗണ്ടറീസ് എന്തൊക്കെയാണ്, ആ ഇന്ത്യൻ പ്ലേറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരുന്നു, അതിനനുസരിച്ച് ഇന്ത്യൻ പ്ലേറ്റിലെ ഡിഫറെൻറ്റ് ലാൻഡ് മാസസ് എങ്ങനെ ഫോം ചെയ്തു, ഈ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കുക. അതിനുശേഷം ബേസിക് ഫാക്ട്സ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ബേസിക് ഫാക്റ്റുകൾ, ഇന്ത്യയുടെ നോർത്തേൺ മോസ്റ്റ് പോയിൻ്റ് ഏതാ, സദേൺ മോസ്റ്റ് പോയിൻ്റ് ഏതാ, ഇന്ത്യയുടെ ബൗണ്ടറി എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളാണ് ബേസിക് ഫാക്ട്സിൽ പഠിക്കുക. ദെൻ ഇന്ത്യയുടെ ഫിസിക്കൽ ഡിവിഷൻസ്. നമുക്കറിയാം ഇന്ത്യയിലെ 6 ഭൂവിഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ 6 ഫിസിക്കൽ ഡിവിഷനായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന്. ഹിമാലയ, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്, പ്ലേറ്റ്യൂ, ഡെസേർട്ട്, കോസ്റ്റൽ പ്ലെയിൻസ്, ഐലൻഡ്സ്. ഇതാണ് 6 ഡിവിഷൻസ്. ഈ 6 ഡിവിഷൻസും നമ്മൾ ഓരോന്നും ഡീറ്റെയിൽഡായിട്ട് പഠിക്കും. അതിനുശേഷം ഇന്ത്യൻ ഡ്രെയിനേജ് സിസ്റ്റം. ഇന്ത്യൻ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ തന്നെയാണ് ഇന്ത്യൻ റിവർ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. ദെൻ ഇന്ത്യൻ ക്ലൈമറ്റ്. നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ ക്ലൈമറ്റ് മൺസൂൺ ക്ലൈമറ്റ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കും. അതിനുശേഷം ഇന്ത്യൻ അഗ്രികൾച്ചറാണ് പഠിക്കുക. ഇന്ത്യൻ അഗ്രികൾച്ചറിൽ നമുക്ക് നോക്കാനുള്ളത് സോയിൽസ്, ഇന്ത്യയിലെ വിവിധ തരം സോയിലുകൾ, ഇന്ത്യയുടെ ക്രോപ്പിംഗ് പാറ്റേൺ, ഇന്ത്യയിൽ എങ്ങനെയാണ് ക്രോപ്പിംഗ് നടത്തുന്നത്, അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ക്രോപ്സ് ഏതൊക്കെയാണ്, ഈ ക്രോപ്സിൻ്റെ ഇൻഡസ്ട്രീസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു. ദെൻ ഫൈനലി ഇന്ത്യയിലെ മിനറൽസും ഇൻഡസ്ട്രീസും. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ ജോഗ്രഫിയിൽ നമുക്ക് നോക്കാനുള്ളത്. ഇതിൽ ഇന്ന് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ടോപ്പിക് തന്നെയാണ് ഇന്ത്യൻ പ്ലേറ്റ്. ഇന്ത്യൻ പ്ലേറ്റും അതിൻ്റെ മൂവ്മെൻറ്റും അതിനനുസരിച്ച് ഇന്ത്യയിൽ ഫോം ചെയ്ത ലാൻഡ് ഫോംസും. ഇത്രയും കാര്യങ്ങളായിരിക്കും ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇന്ത്യൻ പ്ലേറ്റ്, നമ്മളെല്ലാവരും പ്ലേറ്റ് ടെക്ടോണിക്സ് പഠിച്ചതാണ്. പ്ലേറ്റ് ടെക്ടോണിക്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് ഇന്ത്യൻ പ്ലേറ്റ് എന്ന് പറയുന്നത് ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് ആണ്, അല്ലേ? എന്തുകൊണ്ടാണ് അതിനെ ഇൻഡോ ഓസ്ട്രേലിയൻ എന്ന് വിളിക്കുന്നത്? ഇൻഡോ ഓസ്ട്രേലിയൻ എന്ന് വിളിക്കാൻ കാരണം ഇന്ത്യയുടെ ലാൻഡ് മാസും ആ പ്ലേറ്റിലുണ്ട്, അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ലാൻഡ് മാസും ആ പ്ലേറ്റിലുണ്ട്. അപ്പോൾ ഇന്ത്യൻ ലാൻഡ് മാസും ഓസ്ട്രേലിയൻ ലാൻഡ് മാസും കൂടെ ചേരുന്ന പ്ലേറ്റാണ് ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ്. ഇന്ത്യ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റിൻ്റെ ഭാഗമാണ്. ഇനി ഇന്ത്യൻ പ്ലേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഗോണ്ട്വാന ലാൻഡിൻ്റെ ഭാഗമായിരുന്നു. നമ്മൾ ആൽഫ്രഡ് വെഗ്നറിൻ്റെ കോണ്ടിനെൻ്റൽ തിയറി പഠിച്ചതാണ്. അതിൽ നമ്മൾ പഠിച്ചു ഇന്ത്യൻ പ്ലേറ്റ് എന്നത് ഗോണ്ട്വാന ലാൻഡിൻ്റെ ഭാഗമായിരുന്നു. ഗോണ്ട്വാന ലാൻഡിൻ്റെ ഭാഗമായിരുന്നു എന്ന് പറയുന്ന ഇന്ത്യൻ പ്ലേറ്റ്. ആ ഇന്ത്യൻ പ്ലേറ്റിൽ ഇന്ന് നമ്മൾ കാണുന്ന 6 ഫിസിക്കൽ ഡിവിഷൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഹിമാലയ, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്, അങ്ങനെ എല്ലാ ഡിവിഷൻസും ഉണ്ടായിരുന്നില്ല. അതിൽ ഒരേ ഒരു ഡിവിഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതേതാണ്? അത് പെനിൻസുലാർ പ്ലേറ്റു ആണ്. അപ്പോൾ ഗോണ്ട്വാന ലാൻഡിൻ്റെ ഭാഗമായിരുന്ന ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? അത് പെനിൻസുലാർ പ്ലേറ്റു ആണ്. അപ്പോൾ ഇന്ത്യയിലെ ഓൾഡസ്റ്റ് ലാൻഡ് മാസ് ഏത് എന്ന് ചോദിച്ചാലും അതിന് ഒരേ ഉത്തരമാണ് പെനിൻസുലാർ പ്ലേറ്റു. ഇന്ത്യയിലെ ഓൾഡസ്റ്റ് ലാൻഡ് മാസ് പെനിൻസുലാർ പ്ലേറ്റു തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇന്ത്യൻ പ്ലേറ്റിൻ്റെ ബൗണ്ടറീസ് നോക്കാം. അപ്പോൾ ഇന്ത്യൻ പ്ലേറ്റിൻ്റെ നോർത്തേൺ ബൗണ്ടറി, നമുക്കറിയാം ഇന്ത്യൻ പ്ലേറ്റിൻ്റെ നോർത്തേൺ ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തിരുന്നത് ഹിമാലയാസ് ആണ്. അപ്പോൾ ഹിമാലയ ഒരു ഫോൾഡ് മൗണ്ടൻ ആണ്. അങ്ങനെയെങ്കിൽ ഈ ബൗണ്ടറി കൺവേർജിങ് ബൗണ്ടറിയാണ്. ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും തമ്മിൽ കൺവേർജ് ചെയ്യുന്ന ബൗണ്ടറിയാണ് ഇന്ത്യൻ പ്ലേറ്റിൻ്റെ നോർത്തേൺ ബൗണ്ടറി എന്ന് പറയുന്നത്. അത് രണ്ടും കോണ്ടിനെൻ്റൽ പ്ലേറ്റ് ആണ്.
അത് കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ നമ്മൾ കാണുന്ന ലാൻഡ് ഫോം എന്ന് പറയുന്നത് ഫോൾഡ് മൗണ്ടൻസ് ആയ ഹിമാലയാസ് ആണ്. അപ്പോൾ ഇന്ത്യയുടെ നോർത്തേൺ ബൗണ്ടറി ഫോം ചെയ്യുന്നത് ഫോൾഡ് മൗണ്ടൻസ് ആയ ഹിമാലയാസ് ആണ്. അതൊരു കൺവേർജിങ് ബൗണ്ടറിയാണ്. ഇനി വെസ്റ്റേൺ സൈഡ്, ഇന്ത്യയുടെ വെസ്റ്റേൺ ബൗണ്ടറി എന്ന് പറയുന്നത് സുലൈമാൻ കിർത്താർ റേഞ്ചസ് ആണ്. സുലൈമാൻ കിർത്താർ റേഞ്ചസ്. അപ്പോൾ നിങ്ങൾ കുറേ പേര് വിചാരിക്കുന്നുണ്ട് അത് പാകിസ്ഥാനിലല്ലേ? അതെ, പാകിസ്ഥാനിലാണ് സുലൈമാൻ കിർത്താർ റേഞ്ചസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മാത്രമല്ല, അതിൽ പാകിസ്ഥാന് വരും. അപ്പോൾ സുലൈമാൻ കിർത്താർ റേഞ്ചസിലാണ്. ഇതും കൺവേർജിങ് ബൗണ്ടറിയാണ്. ഇത് സുലൈമാൻ കിർത്താർ റേഞ്ചസിൽ നിന്ന് മക്രാൻ കോസ്റ്റ് വഴി, മക്രാൻ ഓർ മക്രാന എന്നും പറയും, രണ്ടും ശരിയാണ്. മക്രാൻ ഓർ മക്രാന കോസ്റ്റ്. ഇപ്പം മക്രാൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കോസ്റ്റാണ്. ഇത് ഏത് കോസ്റ്റാണ്? ഇറാൻ പാകിസ്ഥാൻ കോസ്റ്റിനെയാണ് മക്രാൻ കോസ്റ്റ് എന്ന് പറയുക. ഇറാൻ പാകിസ്ഥാൻ കോസ്റ്റാണ് മക്രാൻ കോസ്റ്റ്. മക്രാൻ കോസ്റ്റ് വഴി റെഡ് സീ വരെ, ഇവിടെയാണ് റെഡ് സീ ഇരിക്കുന്നത്, റെഡ് സീ വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ പ്ലേറ്റിൻ്റെ വെസ്റ്റേൺ ബൗണ്ടറിയിൽ സുലൈമാൻ കിർത്താർ റേഞ്ചസ് അത് മക്രാൻ കോസ്റ്റ് വഴി കട്ട് ചെയ്യുന്നു. മക്രാൻ കോസ്റ്റിൽ എന്ന് പറയുന്നത് ആരുടെ കോസ്റ്റാണ്? ഇറാൻ പാകിസ്ഥാൻ കോസ്റ്റാണ് മക്രാൻ കോസ്റ്റ്. മക്രാൻ കോസ്റ്റ് വഴി കട്ട് ചെയ്ത് റെഡ് സീ വരെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി ഈസ്റ്റേൺ ബൗണ്ടറി, ഇവിടെ ഹിമാലയത്തിൻ്റെ ബാക്കിയാണ്. അതിനെ നമ്മൾ വിളിക്കുന്നത് പൂർവാഞ്ചൽ ഹിൽസ് എന്നാണ്. അപ്പോൾ ഹിമാലയം തന്നെയാണ്. അപ്പോൾ ഇതും കൺവേർജിങ് ബൗണ്ടറിയാണ്, പൂർവാഞ്ചൽ ഹിൽസ്. ഇനി അത് നമ്മുടെ മ്യാൻമറിലോട്ട് നീങ്ങുമ്പോൾ അതറിയപ്പെടുന്ന പേരാണ് അരക്കൻ യോമ മൗണ്ടൻസ്. അപ്പോൾ പൂർവാഞ്ചൽ ഹിൽസ്, അരക്കൻ യോമ മൗണ്ടൻസ് വഴി ഇവിടെ ഇതാണ് നിങ്ങൾ കാണുന്ന ജാവ, ജാവ ട്രെഞ്ച് വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈസ്റ്റേൺ ബൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവാഞ്ചൽ ഹിൽസ് വഴി അരക്കൻ യോമ വഴി ജാവ ട്രെഞ്ച് വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി സദേൺ ബൗണ്ടറി എന്ന് പറയുന്നത് അന്റാർട്ടിക്കയുമായിട്ടാണ് ഫോം ചെയ്യുന്നത്. അവിടെ മിഡ് ഓഷ്യാനിക് റിഡ്ജാണ് ഉള്ളത്. അതൊരു ഡൈവേർജൻറ്റ് ബൗണ്ടറി ആണ്. അപ്പോൾ ഇതാണ് ഇന്ത്യൻ പ്ലേറ്റിൻ്റെ ബൗണ്ടറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ബൗണ്ടറിയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. നോർത്തേൺ ബൗണ്ടറി ഹിമാലയ, അതൊരു കൺവേർജിങ് ബൗണ്ടറിയാണ്. ഇവിടെ യൂറേഷ്യൻ പ്ലേറ്റും ഇന്ത്യൻ പ്ലേറ്റും തമ്മിൽ കൺവേർജ് ചെയ്യുന്നു. ദെൻ വെസ്റ്റേൺ ബൗണ്ടറി, അത് സുലൈമാൻ കിർത്താർ റേഞ്ചസിലൂടെ കടന്നു വന്ന് മക്രാൻ കോസ്റ്റിനെ കട്ട് ചെയ്ത് റെഡ് സീ വരെ എന്ത് ചെയ്യുന്നു? നീളുന്നു. അപ്പോൾ മക്രാൻ കോസ്റ്റ് ഇറാൻ പാകിസ്ഥാൻ കോസ്റ്റാണ്. സുലൈമാൻ കിർത്താർ റേഞ്ചസ് ഒരു മൗണ്ടനാണ്. അപ്പോൾ അത് കൺവേർജിങ് ബൗണ്ടറിയാണ്. ദെൻ സദേൺ ബൗണ്ടറി അന്റാർട്ടിക് പ്ലേറ്റുമായിട്ടാണ് ഫോം ചെയ്യുന്നത്. അത് മിഡ് ഓഷ്യാനിക് റീജിയനാണ്. അപ്പോൾ അതൊരു ഡൈവേർജിങ് ബൗണ്ടറിയാണ്. ഇനി ഈസ്റ്റേൺ ബൗണ്ടറിയിലോട്ട് വരുമ്പോൾ അവിടെ പൂർവാഞ്ചൽ ഹിൽസ് കാണാം. അത് നമ്മുടെ ഹിമാലയത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. അത് മ്യാൻമറിലോട്ട് കണ്ടിന്യൂ ചെയ്യുമ്പോൾ മ്യാൻമറിൽ ഹിമാലയം അറിയപ്പെടുന്നതാണ് അരക്കൻ യോമ. അവിടെ നിന്ന് ജാവ ട്രെഞ്ച് വരെ നീളുന്നു. ഇതും ഒരു കൺവേർജിങ് ബൗണ്ടറിയാണ്. അപ്പോൾ ഇതാണ് ഇന്ത്യൻ പ്ലേറ്റിൻ്റെ ബൗണ്ടറീസ് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ പ്ലേറ്റിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്ത്യൻ പ്ലേറ്റിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറിയിൽ പഠിച്ചത് ഓർക്കുക. കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറിയിൽ നമ്മൾ പഠിച്ചു ഇന്ത്യൻ പ്ലേറ്റ് ഗോണ്ട്വാന ലാൻഡിൻ്റെ ഭാഗമായിരുന്നു. ഗോണ്ട്വാന ലാൻഡ് എന്ന് പറയുന്നത് ഇക്വേറ്ററിന് താഴെയായിട്ടാണ് സ്ഥിതി ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ത്യൻ പ്ലേറ്റ് ഇക്വേറ്ററിന് താഴെയായിരുന്നു, സദേൺ ഹെമിസ്ഫിയറിലായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇന്ത്യൻ പ്ലേറ്റിൻ്റെ ഭാഗമായിരുന്നത് ഇന്ത്യയിലെ ഒരേ ഒരു ഫിസിക്കൽ ഡിവിഷനാണ്. ഏതാണത്? പെനിൻസുലാർ പ്ലേറ്റു. അപ്പോൾ ഓൾഡസ്റ്റ് ലാൻഡ് മാസ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഗോണ്ട്വാന പോർഷൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് പെനിൻസുലാർ പ്ലേറ്റു ആണ്. ഇനി ഇന്ത്യ ഇങ്ങനെ മുകളിലോട്ട് ട്രാവൽ ചെയ്തിട്ടാണ് ഇപ്പോൾ കാണുന്ന പൊസിഷനിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ. അപ്പോൾ ഈ യാത്രക്കിടയിൽ എന്തൊക്കെ സംഭവിച്ചു അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ പ്ലേറ്റ് 200 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് എന്ത് ചെയ്യാൻ തുടങ്ങി, അതതിൻ്റെ ഒരു
അത് ഗോണ്ട്വാന ലാൻഡിൻ്റെ ഭാഗമായി മാറി. ഏകദേശം 200 മില്യൺ ഇയേഴ്സ് മുമ്പാണ് പാൻജിയ പൊട്ടുന്നത്. പാൻജിയ ബ്രേക്ക് ചെയ്തു ഗോണ്ട്വാന ലാൻഡ്. അപ്പോൾ ഗോണ്ട്വാന ലാൻഡിൻ്റെ ഭാഗമായി മാറി. പിന്നീട് കുറേ വർഷങ്ങൾ കഴിഞ്ഞ്, മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ ഇന്ത്യ സൗത്തിൽ നിന്ന് നോർത്തിലോട്ട് ട്രാവൽ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഇക്വേറ്ററാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇക്വേറ്ററിൻ്റെ താഴെയായി 2 ഹോട്ട്സ്പോട്ട്സ് ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? 2 ഹോട്ട്സ്പോട്ട്സ്. അപ്പോൾ കുറേ പേർക്ക് സംശയം വരും, എന്താണ് ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്? ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവെക്ഷണൽ കറണ്ട് ആക്റ്റീവായി മൂവ് ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് ഹോട്ട്സ്പോട്ട് എന്ന് പറയുക. കൺവെക്ഷണൽ കറണ്ട് ആക്റ്റീവായി മൂവ് ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് ഹോട്ട്സ്പോട്ട് എന്ന് പറയുക. അപ്പോൾ ഇക്വേറ്ററിന് തൊട്ട് താഴെയായിട്ട് 2 ഹോട്ട്സ്പോട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ പ്ലേറ്റ് ഇതിന് മുകളിലൂടെ മൂവ് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇന്ത്യൻ പ്ലേറ്റ് ഇതിന് മുകളിലൂടെ മൂവ് ചെയ്യുന്നുണ്ട്. മൂവ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയുടെ ഉള്ളിൽ മഹാരാഷ്ട്രയുടെ ഭാഗത്തായി ഓൾറെഡി ഒരു ഫിഷർ അല്ലെങ്കിൽ ക്രാക്ക് ഉണ്ടായിരുന്നു. ക്രാക്ക് എന്ന് പറഞ്ഞാൽ ഒരു വിടവ്, ഒരു ഫിഷർ, ഒരു ക്രാക്ക് അല്ലെങ്കിൽ ഒരു വിടവുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്രാക്കിൻ്റെ അതായത് ഈ ക്രാക്ക് ഈ ഹോട്ട്സ്പോട്ടിന് മുകളിലൂടെ മൂവ് ചെയ്തപ്പോൾ ഇന്ത്യയിൽ മഹാരാഷ്ട്രയുടെ ഭാഗത്തായി ഒരു ക്രാക്ക് അല്ലെങ്കിൽ ഒരു ഫിഷർ അല്ലെങ്കിൽ ഒരു വിടവ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യൻ പ്ലേറ്റ് മുകളിലോട്ട് നോർത്ത് വേർഡ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇക്വേറ്ററിൻ്റെ തൊട്ട് താഴെയായി എത്തിയപ്പോൾ ഈ ഹോട്ട്സ്പോട്ടുകൾക്ക് മുകളിലൂടെയും മൂവ് ചെയ്തു. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന പെൻ ഹോട്ട്സ്പോട്ടാണെന്ന് വിചാരിക്കുക. ഇതിന് മുകളിലൂടെ എൻ്റെ കൈയാണ് ഇന്ത്യൻ പ്ലേറ്റ് എങ്കിൽ ഇന്ത്യൻ പ്ലേറ്റ് ഇങ്ങനെ മൂവ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊരു ക്രാക്ക് ഉണ്ടായെന്ന് പറഞ്ഞു. ആ ക്രാക്കിൻ്റെ അവിടെ എത്തിയപ്പോൾ ഇവിടെ നിന്ന് ലാവ ഔട്ട് പോർ ചെയ്യാനായിട്ട് തുടങ്ങി. ഈ ക്രാക്ക് ഹോട്ട്സ്പോട്ടിന് മുകളിലെത്തിയപ്പോൾ ഈ ക്രാക്കിനുള്ളിലൂടെ ലാവ ഇന്ത്യയിലോട്ട് ഔട്ട് പോർ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ഔട്ട് പോർ ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഇന്ത്യയുടെ ഈ ഒരു റീജിയനിലായിട്ട് ഡെക്കാൻ പ്ലേറ്റ് രൂപപ്പെട്ടത്. അപ്പോൾ ഇന്ത്യയുടെ ഉള്ളിൽ, ഇന്ത്യയുടെ മെയിൻലാൻഡിൽ ഒരു വോൾക്കാനോ ഇല്ല. എന്നിരുന്നാലും ഇന്ത്യക്കുള്ളിൽ ഡെക്കാൻ പ്ലേറ്റ് പോലൊരു വോൾക്കാനിക് പ്ലേറ്റ് ഉണ്ട്. എന്തുകൊണ്ട്? അതിന് കാരണം ഈ ഹോട്ട്സ്പോട്ട് ആക്ടിവിറ്റി ആണ്. അപ്പോൾ എന്താണ് ഹോട്ട്സ്പോട്ട് ആക്ടിവിറ്റി? നമ്മൾ പറഞ്ഞു, കൺവെക്ഷണൽ കറണ്ട് ആക്റ്റീവായി മുകളിലോട്ട്, മാൻഡിലിൽ മാഗ്മ മുകളിലോട്ട് വരുന്ന സ്ഥലങ്ങൾ, ആക്റ്റീവായി വരുന്ന സ്ഥലങ്ങളെയാണ് ഹോട്ട്സ്പോട്ട് എന്ന് പറയാം. അങ്ങനെ 2 ഹോട്ട്സ്പോട്ടിൻ്റെ മുകളിലൂടെ ഇന്ത്യൻ പ്ലേറ്റ് ഇക്വേറ്ററിൻ്റെ അടിയിൽ വെച്ച് മൂവ് ചെയ്തു. അപ്പോൾ ഇന്ത്യയുടെ ഉള്ളിൽ മഹാരാഷ്ട്രയുടെ ഭാഗത്തായി ഒരു ക്രാക്ക് ഉണ്ടായിരുന്നു. ആ ക്രാക്കിലൂടെ ലാവ പുറത്തേക്ക് ഔട്ട് പോർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഡെക്കാൻ പ്ലേറ്റ് ഉണ്ടാവുന്നത്. പെനിൻസുലാർ പ്ലേറ്റിനുള്ളിൽ തന്നെയാണ് ഡെക്കാൻ പ്ലേറ്റ്. ഇനി ഇവിടെ ഈ 2 ഹോട്ട്സ്പോട്ട് ഉണ്ടായിരുന്നു എന്നതിന് തെളിവെന്താണ്? അതിനുള്ള തെളിവാണ് ഇന്ന് അവിടെ 2 വോൾക്കാനിക് ഐലൻഡ്സ് ഫോം ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യൻ പ്ലേറ്റ് ഇങ്ങനെ നീങ്ങിയപ്പോൾ അവിടെ ആ ഇന്ത്യയുടെ ഉള്ളിൽ 2 ഹോട്ട്സ്പോട്ടുകൾ ഫോം ചെയ്തിട്ടുണ്ട്. ആ ഹോട്ട്സ്പോട്ടുകൾ പിന്നീട് അവിടെ നിന്ന് ലാവ പുറത്ത് വന്ന് അത് ഇന്ത്യൻ ഓഷ്യനിലെ 2 വോൾക്കാനിക് ഐലൻഡ്സായി മാറി. ആ ഐലൻഡുകളാണ് റീയൂണിയൻ ഐലൻഡും കെർഗൂലിയൻ ഐലൻഡും. റീയൂണിയൻ ഐലൻഡും കെർഗൂലിയൻ ഐലൻഡും വോൾക്കാനിക് ഐലൻഡ്സ് ആണ്. അത് ഈ ഹോട്ട്സ്പോട്ട് വന്ന സ്ഥലത്താണ് ഉണ്ടായിരിക്കുന്നത്. അത് വോൾക്കാനിക് ഇൻ ഒറിജിനാണ്. ഓക്കെ, അപ്പോൾ അതിനുള്ള എവിഡൻസും നമുക്ക് കിട്ടി. ഇനി ഇന്ത്യ വീണ്ടും മുകളിലോട്ട് മൂവ് ചെയ്തു. ഫൈനലി യുറേഷ്യൻ പ്ലേറ്റുമായിട്ട് ഇന്ത്യൻ പ്ലേറ്റ് കൂട്ടിയിടിച്ചു. അങ്ങനെ ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും തമ്മിൽ കൺവേർജ് ചെയ്തപ്പോഴാണ് എന്തുണ്ടായത്? ഹിമാലയാസ് ഉണ്ടായത്. കാരണം നമുക്കറിയാം, യുറേഷ്യൻ പ്ലേറ്റ് കോണ്ടിനെൻ്റൽ പ്ലേറ്റ് ആണ്, ഇന്ത്യൻ പ്ലേറ്റ് കോണ്ടിനെൻ്റൽ പ്ലേറ്റ് ആണ്. അപ്പോൾ ഈ 2 കോണ്ടിനെൻ്റൽ പ്ലേറ്റുകൾ തമ്മിൽ കൺവേർജ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് ഫോം ചെയ്യും? അവിടെ ഫോൾഡ് മൗണ്ടൻ ഫോം ചെയ്യും. അങ്ങനെ യുറേഷ്യൻ പ്ലേറ്റും ഇന്ത്യൻ പ്ലേറ്റും തമ്മിൽ കൺവേർജ് ചെയ്തപ്പോഴാണ് ഹിമാലയാസ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓൾഡസ്റ്റ് ലാൻഡ് മാസ് പെനിൻസുലാർ പ്ലേറ്റുമാണ്. ഈ പെനിൻസുലാർ പ്ലേറ്റുമാണ് ഇന്ത്യൻ പ്ലേറ്റ് എന്ന് നമ്മൾ പറയുന്ന
ഗോണ്ട്വാന ലാൻഡിൻ്റെ ഭാഗമായിരുന്നത്. അത് മുകളിലോട്ട് മൂവ് ചെയ്തപ്പോൾ ഇക്വേറ്റർ താഴെ വെച്ച് 2 ഹോട്ട്സ്പോട്ട് ആക്ടിവിറ്റീസിൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി. അപ്പോഴാണ് ഇന്ത്യയുടെ ഉള്ളിൽ ഡെക്കാൻ പ്ലേറ്റ്യൂ ഉണ്ടായത്. അത് കഴിഞ്ഞ് ഫർദർ ഇന്ത്യ നോർത്തിലോട്ട് മൂവ് ചെയ്തു, യുറേഷ്യൻ പ്ലേറ്റുമായി കൂട്ടിയിടിച്ചു. യുറേഷ്യൻ പ്ലേറ്റുമായി കൂട്ടിയിടിച്ചപ്പോൾ 2 കോണ്ടിനെൻ്റൽ പ്ലേറ്റുകൾ തമ്മിൽ കൺവേർജ് ചെയ്യപ്പെട്ടു. അപ്പോൾ അവിടെ ഒരു ഫോൾഡ് മൗണ്ടൻ ഉണ്ടായി, അതാണ് ഹിമാലയ. ഇനി ഈ ഹിമാലയത്തിൻ്റെ ഉയരം കൂടുന്നതനുസരിച്ച് അതിൽ നിന്ന് നദികൾ ഉത്ഭവിക്കാൻ തുടങ്ങി. കാരണം നമുക്കറിയാം ഹിമാലയത്തിൻ്റെ ഉയരം കൂടുന്നതനുസരിച്ച് അവിടെ ഗ്ലേഷ്യർ ഫോം ചെയ്യും അല്ലെ. ഉയരം കൂടുമ്പോൾ തണുപ്പ് കൂടിയ ഗ്ലേഷ്യർ ഫോം ചെയ്യും. ആ ഗ്ലേഷ്യേഴ്സിൽ നിന്ന് നദികൾ ഉത്ഭവിച്ചു. ആ നദികൾ കൊണ്ടുവന്നിട്ട ഡെപ്പോസിറ്റാണ് പിന്നീട് എന്തായി മാറിയത്, നോർത്ത് ഇന്ത്യൻ പ്ലെയിനായിട്ട് മാറിയത്. അപ്പോൾ ഹിമാലയവും ഉണ്ടായി കഴിഞ്ഞിട്ടാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഉണ്ടായത്. യങ്ങസ്റ്റ് ലാൻഡ് മാസ് നോർത്ത് ഇന്ത്യൻ പ്ലെയിനാണ്. ആദ്യം ഉണ്ടായത് പെനിൻസുലാർ പ്ലേറ്റ്യൂ, അത് കഴിഞ്ഞ് ഡെക്കാൻ പ്ലേറ്റ്യൂ, അത് കഴിഞ്ഞ് ഹിമാലയത്തിൽ നിന്നുള്ള നദികളുടെ ഡെപ്പോസിറ്റിൽ നിന്ന് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് രൂപപ്പെട്ടു. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം കൂടെ അറിയണം. ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും തമ്മിൽ കൂട്ടിയിടിച്ച സമയത്ത് ഇന്ത്യൻ പ്ലേറ്റ് ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു. ആ ചരിവെന്ന് പറയുന്നത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ടായിരുന്നു. അപ്പോൾ ബിക്കോസ് ഓഫ് ദി കൊളീഷൻ ബിറ്റ്വീൻ ഇന്ത്യൻ ആൻഡ് യുറേഷ്യൻ പ്ലേറ്റ്, കാരണം ഇന്ത്യൻ പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റും കൂടെ ഇങ്ങനെ കൂട്ടിയിടിച്ച സമയത്ത് ഇന്ത്യൻ പ്ലേറ്റ് പയ്യൊന്ന് ചരിഞ്ഞു. ആ ചെരിവെന്ന് പറയുന്നത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ടായിരുന്നു. അപ്പോൾ ഇതിനുള്ള തെളിവാണ് ഇന്ത്യയിലെ ഭൂരിഭാഗം വരുന്ന പെനിൻസുലാർ റിവേഴ്സും. ഫോർ എക്സാമ്പിൾ കൃഷ്ണ, ഗോദാവരി, കാവേരി പോലെയുള്ള പ്രധാനപ്പെട്ട നദികളെല്ലാം ചെന്ന് പതിക്കുന്നത് ബേ ഓഫ് ബംഗാളിലാണ്. നമുക്കറിയാം ഇന്ത്യയുടെ ഈസ്റ്റേൺ സൈഡിലാണ് ബേ ഓഫ് ബംഗാൾ. അപ്പോൾ പ്രധാനപ്പെട്ട നദികളെല്ലാം ചെന്ന് പതിക്കുന്നത് ബേ ഓഫ് ബംഗാളിലോട്ടാണ്. കാരണം അത് ഇന്ത്യയുടെ ഈസ്റ്റേൺ സൈഡിലാണ്. എന്തുകൊണ്ടാണ്? കാരണം ഇന്ത്യൻ പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റും തമ്മിൽ കൂട്ടിയിടിച്ച സമയത്ത് ആ ഇന്ത്യൻ പ്ലേറ്റ് ടിൽറ്റ് ചെയ്യപ്പെട്ടു വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട്. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട ഈ പെനിൻസുലാർ റിവേഴ്സ് എല്ലാം തന്നെ ഈസ്റ്റിലോട്ട് ഒഴുകുന്നത്, ബേ ഓഫ് ബംഗാളിൽ ചെന്ന് ചേരുന്നത്. ഇനി ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാണ് യുറേഷ്യൻ പ്ലേറ്റ് എന്ന് വിചാരിക്കുക. ഇത് യുറേഷ്യൻ പ്ലേറ്റ്, ഇതിൽ ഇന്ത്യൻ പ്ലേറ്റ് വന്ന് കൂട്ടിയിടിച്ചു. ഇന്ത്യൻ പ്ലേറ്റ് ഇങ്ങനെ കൂട്ടിയിടിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഇന്ത്യൻ പ്ലേറ്റ് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് ചരിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഇന്ത്യൻ പ്ലേറ്റ് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് ചരിഞ്ഞപ്പോൾ ഇന്ത്യൻ പ്ലേറ്റിൻ്റെ വെസ്റ്റേൺ ഭാഗം പൊങ്ങി വന്നു. ഇന്ത്യൻ പ്ലേറ്റിൻ്റെ വെസ്റ്റേൺ ഫ്ലാങ്ക് പൊങ്ങി വന്നു. ഈ പൊങ്ങി വന്ന വെസ്റ്റേൺ ഭാഗമാണ് വെസ്റ്റേൺ ഗാട്ട്സ് ആയി മാറിയത്. സഹ്യപർവ്വതം അല്ലെങ്കിൽ വെസ്റ്റേൺ ഗാട്ട്സ് എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൻ്റെ ഭാഗമായി വരുന്ന ആ പർവ്വത നിരകളുണ്ടായത് ഇങ്ങനെയാണ്. അപ്പോൾ അതൊരു ട്രൂ മൗണ്ടൻ അല്ല, അതൊരു ഫോൾഡ് മൗണ്ടനോ ട്രൂ മൗണ്ടനോ അല്ല. അതെങ്ങനെ ഫോം ചെയ്തതാണ്? യുറേഷ്യൻ പ്ലേറ്റും ഇന്ത്യൻ പ്ലേറ്റും കൂടെ കൂട്ടിയിടിച്ചപ്പോൾ ആ ഇടിയുടെ കൊളീഷൻ്റെ ഇമ്പാക്റ്റിൽ ഇന്ത്യൻ പ്ലേറ്റ് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് ചരിഞ്ഞു. അങ്ങനെ ചരിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പൊങ്ങി നിന്ന ഭാഗമാണ് വെസ്റ്റേൺ ഘാട്ടായി മാറിയത്. അപ്പോൾ വെസ്റ്റേൺ ഘാട്ട് ശരിക്കും ഒരു എസ്കാർപ്മെൻ്റാണ്. അതൊരു ട്രൂ മൗണ്ടൻ അല്ല, അതൊരു എസ്കാർപ്മെൻ്റാണ്. എന്താണ് എസ്കാർപ്മെൻറ്റ് എന്ന് പറയുന്നത്? എസ്കാർപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റുവിൻ്റെ ഭാഗമായി വരുന്ന അല്ലെങ്കിൽ ബാക്കി വരുന്ന സംഭവം, അതായത് ആ പ്ലേറ്റ് പൊങ്ങിക്കഴിഞ്ഞപ്പോൾ നിന്നതാണ് എസ്കാർപ്മെൻറ്റ്. ഇനി ഇതിങ്ങനെ വെസ്റ്റേൺ ഘാട്ട് ഇങ്ങനെ പൊങ്ങി വന്നപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഒടിഞ്ഞ് കടലിൽ പോയിട്ടുണ്ട്. കാരണം നമുക്കറിയാം ഇന്ത്യൻ പ്ലേറ്റ് ഇങ്ങനെ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് പൊങ്ങി. അപ്പോൾ വെസ്റ്റേൺ സൈഡിൽ സ്വാഭാവികമായിട്ടും വെയിറ്റ് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ വെസ്റ്റേൺ ഭാഗത്തിൻ്റെ ഒരു ഭാഗം ഒടിഞ്ഞ് കടലിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വെസ്റ്റ് കോസ്റ്റിൽ കോണ്ടിനെൻ്റൽ ഷെൽഫ് കൂടുതലാണ്. അപ്പോൾ കോണ്ടിനെൻ്റൽ ഷെൽഫ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഷാലോവസ്റ്റ് പാർട്ട് ഓഫ് ദി സീ ആണ് കോണ്ടിനെൻ്റൽ ഷെൽഫ്. ഞാൻ പറഞ്ഞു യുറേഷ്യൻ പ്ലേറ്റ് ഇന്ത്യൻ പ്ലേറ്റും തമ്മിൽ കൂട്ടിയിടിച്ചപ്പോൾ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് ചരിഞ്ഞപ്പോൾ വെസ്റ്റേൺ ഭാഗം ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടാവും. ഈ പൊങ്ങി വന്ന ഭാഗം ഒടിഞ്ഞ് കടലിൽ പോയിട്ടുണ്ടാവും. ഈ ഒരു ഭാഗം ഒടിഞ്ഞ് കടലിൽ പോകും, കാരണം വെയിറ്റ് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെസ്റ്റേൺ ഭാഗത്ത് ഇന്ത്യക്ക്
ഇന്ത്യക്ക് കോണ്ടിനെൻ്റൽ ഷെൽഫ് കൂടുതലാണ്, കാരണം അതിൻ്റെ ഒരു ഭാഗം ഒടിഞ്ഞ് കടലിൽ പോയേക്കുന്നുണ്ട്. ഇനി ബാക്കി പൊങ്ങി നിൽക്കുന്ന ഭാഗമാണ് എന്തായിട്ട് മാറിയിരിക്കുന്നത്? വെസ്റ്റേൺ ഘാട്ടായിട്ട് മാറിയിരിക്കുന്നത്. വെസ്റ്റേൺ ഘാട്ട് ഒരു എസ്കാർപ്മെൻ്റ് ആണ്, അല്ലാതെ ഹിമാലയം ഉണ്ടായ പോലെ ഉണ്ടായതല്ല. ഹിമാലയം നമുക്കറിയാം 2 കോണ്ടിനെൻ്റൽ പ്ലേറ്റ് കൂട്ടിയിടിച്ചിട്ടാണ് ഹിമാലയം ഉണ്ടായത്. പക്ഷെ വെസ്റ്റേൺ ഘാട്ട് അങ്ങനെ ഉണ്ടായതല്ല. ഇന്ത്യ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് ചരിഞ്ഞപ്പോൾ ഇന്ത്യയുടെ വെസ്റ്റേൺ ഭാഗം പൊങ്ങി വരികയും അതിൻ്റെ ഒരു ഭാഗം ഒടിഞ്ഞ് കടലിൽ പോവുകയും ചെയ്തു. ബാക്കി പൊങ്ങി നിൽക്കുന്ന ഭാഗമാണ് വെസ്റ്റേൺ ഘാട്ട് എന്ന മലനിരകളായി മാറുന്നത്. അപ്പോൾ അതൊരു എസ്കാർപ്മെൻ്റ് ആണ് എന്ന് ഓർക്കുക. ഓക്കെ, അപ്പം ഇന്ത്യയുടെ ഡിഫറെൻറ്റ് ലാൻഡ് മാസസ് എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയും നമ്മൾ നോക്കുന്നുള്ളൂ. ഇന്ന് നമ്മൾ നോക്കിയത് ഇന്ത്യൻ പ്ലേറ്റ് ആണ്. ഇന്ത്യൻ പ്ലേറ്റ് ഞാൻ പറഞ്ഞു ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ ഇന്ത്യൻ ലാൻഡ് മാസും ഉണ്ട്, ഓസ്ട്രേലിയൻ ലാൻഡ് മാസും ഉണ്ട്. അതിൻ്റെ നോർത്തേൺ ബൗണ്ടറി കൺവേർജിങ് ബൗണ്ടറി ആണ്. അത് ഫോം ചെയ്യുന്നത് ഹിമാലയാസ് കൊണ്ടാണ്. എന്നാൽ അതിൻ്റെ വെസ്റ്റേൺ ബൗണ്ടറി അതും കൺവേർജിങ് ആണ്. അത് ഫോം ചെയ്യുന്നത് സുലൈമാൻ കിർത്താർ റേഞ്ചസ് കൊണ്ടാണ്. അത് മക്രാൻ കോസ്റ്റ് വഴി കടന്നു പോരുന്നു, എന്നിട്ട് റെഡ് സീ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. മക്രാൻ കോസ്റ്റ് നമ്മൾ പറഞ്ഞു ഇറാൻ പാകിസ്ഥാൻ കോസ്റ്റിനെയാണ് മക്രാൻ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി സദേൺ ബൗണ്ടറി ഡൈവേർജൻ്റ് ബൗണ്ടറിയാണ്, അന്റാർട്ടിക് പ്ലേറ്റുമായിട്ടുള്ള ബൗണ്ടറിയാണ്. അതൊരു മിഡ് ഓഷ്യാനിക് റിഡ്ജാണ്, കാരണം അവിടെ 2 പ്ലേറ്റുകൾ തമ്മിൽ അകന്നു പോകുന്നു. ഈസ്റ്റേൺ ബൗണ്ടറി നമ്മൾ പറഞ്ഞു പൂർവാഞ്ചൽ ഹിൽസ് വരുന്നുണ്ട്. അതിൻ്റെ മ്യാൻമറിലോട്ടുള്ള എക്സ്റ്റൻഷനെ വിളിക്കുന്ന പേരാണ് അരക്കൻ യോമ മൗണ്ടൻസ്. പിന്നീട് അവിടെ നിന്ന് ജാവ ട്രെഞ്ച് വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഇതും ഒരു കൺവേർജിങ് ബൗണ്ടറി ആണ്. ഇതിന് ശേഷം നമ്മൾ ഇന്ത്യൻ പ്ലേറ്റിൻ്റെ മൂവ്മെൻ്റ് ആണ് പറഞ്ഞത്. അപ്പോൾ ഓൾഡസ്റ്റ് ലാൻഡ് മാസ് ഓഫ് ഇന്ത്യ പെനിൻസുലാർ പ്ലേറ്റുമാണ്. ഗോണ്ട്വാന ലാൻഡിൻ്റെ ഭാഗമായിരുന്നത് പെനിൻസുലാർ പ്ലേറ്റുമാണ്. അപ്പോൾ ഗോണ്ട്വാന ലാൻഡിൻ്റെ ഭാഗമായിരുന്ന ഈ ഇന്ത്യ മുകളിലോട്ട് മൂവ് ചെയ്തപ്പോൾ ഇക്വേറ്ററിൻ്റെ അടുത്ത് വെച്ച് 2 ഹോട്ട്സ്പോട്ടിന് മുകളിലൂടെ കടന്നുപോയി. അപ്പോൾ ഇന്ത്യയുടെ ഉള്ളിൽ മഹാരാഷ്ട്ര റീജിയനിൽ ചെറിയൊരു ഫിഷർ അല്ലെങ്കിൽ ക്രാക്ക് ഉണ്ടായിരുന്നു. അതിലൂടെ ലാവ ഔട്ട്പോർ ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്നാണ് എന്തുണ്ടായത്? അവിടെ നിന്നാണ് ഡെക്കാൻ പ്ലേറ്റ് രൂപപ്പെട്ടത്. ഇനി ഡെക്കാൻ പ്ലേറ്റ് രൂപപ്പെട്ട് വീണ്ടും ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും തമ്മിൽ കൂട്ടിയിടിച്ചു. അപ്പോഴാണ് എന്തുണ്ടായത്? ഹിമാലയ ഉണ്ടായത്. ഹിമാലയത്തിൽ നിന്ന് വരുന്ന നദികൾ അവർ ഡെപ്പോസിറ്റ് കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കിയ 4ാമത്തെ ലാൻഡ് ഫോമാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്. അപ്പോൾ യംഗസ്റ്റ് ലാൻഡ് മാസ് ഇൻ ഇന്ത്യ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ആണ്. ഓൾഡസ്റ്റ് ലാൻഡ് മാസ് പെനിൻസുലാർ പ്ലേറ്റുമാണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും തമ്മിൽ കൂട്ടിയിടിച്ചപ്പോൾ ഇന്ത്യൻ പ്ലേറ്റ് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ടൊന്ന് ടിൽറ്റ് ചെയ്യപ്പെട്ടു. ഇതിന് തെളിവാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പെനിൻസുലാർ നദികളെല്ലാം തന്നെ ഒഴുകിച്ചെന്ന് ചേരുന്നത് ബേ ഓഫ് ബംഗാളിലാണ്. എക്സാമ്പിൾ കൃഷ്ണ, ഗോദാവരി, കാവേരി നദികളെല്ലാം ചെന്ന് ചേരുന്നത് എവിടെയാണ്? ബേ ഓഫ് ബംഗാളിലാണ്. ഇനി വെസ്റ്റേൺ സൈഡ് ചെറുതായിട്ടൊന്ന് പൊങ്ങി. ആ വെസ്റ്റേൺ സൈഡ് ചെറുതായിട്ട് പൊങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവിടെ വെയിറ്റ് കൂടി പിന്നെ ഒരു ഭാഗം ഒടിഞ്ഞ് കടലിൽ പോയി. ബാക്കി പൊങ്ങി വന്ന ഭാഗമാണ് എന്തായി ഫോം ചെയ്തത്? വെസ്റ്റേൺ ഘാട്ടായി ഫോം ചെയ്തത്. വെസ്റ്റേൺ ഘാട്ട് ഒരു ഫോൾഡ് മൗണ്ടൻ ഒന്നുമല്ല, അതൊരു എസ്കാർപ്മെൻ്റ് ആണ്. എസ്കാർപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പെനിൻസുലാർ പ്ലേറ്റിൻ്റെ ബാക്കി ഭാഗം. ഇനി ഞാൻ പറഞ്ഞു വെസ്റ്റേൺ ഫ്ലാങ്ക് ഒടിഞ്ഞ് കടലിൽ പോയി. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വെസ്റ്റ് കോസ്റ്റിൽ എന്ത് കൂടുതലാണ്? കോണ്ടിനെൻ്റൽ ഷെൽഫ് എന്ന് പറയുന്ന ഭാഗം കൂടുതലാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ഇന്ത്യൻ പ്ലേറ്റിനെ കുറിച്ചും അതിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ചും പഠിക്കാനുള്ളത്. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക്സ് ഓഫ് ഇന്ത്യൻ ജോഗ്രഫി ആയിരിക്കും. അതായത് ബേസിക് ഫാക്ട്സ്, ഇന്ത്യനെ കുറിച്ചുള്ള ബേസിക് ഫാക്ട്സ്, നിങ്ങൾ ചെറുപ്പത്തിലേ കേട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി കൃത്യമായി ഫോളോ ചെയ്യുക. ഓരോ ക്ലാസ്സും കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്നോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോഗ്രഫി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇന്ത്യ ബേസിക് ഫാക്ട്സുമായി കാണാം. അതുവരെ ബൈ,
താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.